എല്ലാത്തിനെയും അടിച്ചൊതുക്കി അണ്ണാക്കിൽ കൊടുത്ത അൻസിബയ്ക്കെതിരെ ലക്ഷ്മിപ്രിയ രംഗത്ത് വരികയാണ്. ഈ പറഞ്ഞ അവിഹിതം കള്ളു കുടിച്ചു, ഇതൊക്കെയാണ് ആരോപണം. ഈ ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞോളൂ അവളെ ബിഗ് ബോസിൽ കണ്ടാണ്. അവളെ കുറിച്ച് കൂടുതൽ പറയാതിരിക്കുന്നത് തന്നെ നല്ലത്. ഞാൻ വേറെ രീതിയിലുമല്ല പറഞ്ഞു, അത്രയ്ക്കും കോമഡി പീസും കോമാളിയാണ്. ശരിക്കും പെൺ കോമാളി എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സാധനമാണിത്. ചങ്കൂറ്റത്തോട് നട്ടലോടുകൂടി സംസാരിക്കാൻ അറിയാവുന്ന ഒരു പെണ്ണ്, അതാണ് അൻസിബ ഹസൻ. അവളെ ജാതി പറയുന്ന ആക്ഷേപിക്കുന്നു, ജിഹാദിയാക്കുന്നു, അവളെ എന്തെല്ലാം രീതിയിൽ ആക്ഷേപിക്കുന്നു. ഇപ്പൊ അവളെ അവസാനം അതെല്ലാം പൊളിച്ചടുക്കി അവളെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തപ്പോൾ ഇപ്പൊ പുതിയ ആരോപണമായിട്ട് വന്നിരിക്കുന്ന അവിഹിതം, കള്ളു കുടിക്കുക. ഈ സിനിമാ നടന്മാരുടെ കാര്യങ്ങളൊക്കെ പറയണോ? ഇവിടെ അസൂയ, കുശുമ്പ്, അവിഹിതം, കള്ളുകുട്ടി, ഈഗോ 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 ഇതാണ് സിനിമാ താരങ്ങൾ. മമ്മൂട്ടി ഉൾപ്പെടെ മുഴുവൻ ആൾക്കാരും. മമ്മൂട്ടി എന്താണ്, അയാളെക്കാളും നല്ല ഡ്രസ്സോ അയാളെക്കാളും നല്ല സ്റ്റൈലോ വേറെ നിന്ന് ആ സെറ്റിൽ നിന്ന് അപ്പം ഇറങ്ങിപ്പോ ആളല്ലേ ഈ പറഞ്ഞ ഇക്ക, മലയാളത്തിന്റെ ഇക്ക. ലാലേട്ടനോ ഈ പറഞ്ഞ അയാൾക്കെതിരെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള പണി അണ്ണാക്കിൽ കൊടുക്കുന്ന വ്യക്തിയാണ് ലാലേട്ടൻ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം മോഹൻലാൽ. അതുപോലെ സുരേഷ് ഗോപിയുടെ കാര്യം പറയണ്ടല്ലോ. പിന്നെ ഈ പറഞ്ഞ ദിലീപേട്ടനായാലും രാജുവേട്ടൻ എന്നറിയപ്പെടുന്ന പൃഥ്വിരാജേട്ടനായാലും ഈ ഏട്ടന്മാരെല്ലാം, അതിലോ ടൊവിനോ ആയാലും നിവിൻ പോളി ആയാലും ഇവന്മാരെല്ലാം കോമാളി പീസുകളാണെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. യുവമാർക്കൊന്നും നട്ടലില്ല, നട്ടലോടുകൂടി സംസാരിക്കാൻ പറ്റത്തില്ല. യുവമാർക്കാർക്കും അമ്മ എന്ന സംഘടനയിൽ വരാനോ നയിക്കാനോ പറ്റില്ല. ആകപ്പാടെ മോഹൻലാലായിരുന്നു അതിന്റെ പ്രസിഡന്റായിട്ട് പാവം പിടിച്ചോൻ ജീവനും കൊണ്ട് കണ്ടം വഴി എങ്ങോട്ടോ ഓടി. ഈ അവസ്ഥയിലാണ് ഇപ്പൊ കിടക്കുന്നത്. ഇതുപോലുള്ള നാറിയ കുറെ ആൾക്കാരാണ് ഇപ്പം അൻസിബയ്ക്കെതിരെ എന്ത് പരസ്യമായിട്ടല്ല രഹസ്യമായിട്ട് പരസ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നാണക്കേടില്ല. എല്ലാവരും അൻസിബയുടെ സൈഡ്, അൻസിബയുടെ സൈഡാണ്, ഞങ്ങളൊക്കെ അൻസിബയാണ്, അൻസിബ സൂപ്പറാണ് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിപ്രിയയെ കൊണ്ട് കുത്തിയിറക്കിയിട്ട് അവിഹിതം, അവള് കല്യാണം കഴിക്കാത്തൊരു പെണ്ണാണ്. അവിഹിതം ഇപ്പോഴത്തെ കാലത്ത് നൈറ്റ് ലൈഫ് ഉള്ള ഒരു പുതിയ തലമുറയാണ്. അത് വലിയ കാര്യമല്ല. എങ്കിലും ഇല്ലാത്തൊരു ആരോപണം, അവിഹിതം, കള്ളു കുടിച്ച് പിന്നെ ബോധം കെട്ട് കിടക്കുന്നു. എന്തൊക്കെ ആരോപണങ്ങളാണ് ഈ പാവപ്പെട്ട പെണ്ണിനെതിരെ വരുന്നത്. ഇത്രയൊക്കെ നമ്മൾ എന്തിനാ പറഞ്ഞു വെച്ചാൽ ഗതികേട് കൊണ്ട് പറഞ്ഞു പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു പെണ്ണിനെ ജിഹാദി എന്ന് പരസ്യമായിട്ട് വിളിക്കുമ്പോൾ ഇത്രയും വലിയ വിവാദം ഉണ്ടാവുമ്പോഴും അവിടെ തലമൂർത്ത നടന്മാരായിട്ടുള്ള മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം ഇങ്ങനെയുള്ള നടന്മാർ അവിടെ നിൽക്കുന്നു. അല്ലാത്ത യൂത്തിലുള്ള വലിയ സൂപ്പർ സ്റ്റാർ രാജുവേട്ടന്റെ നേതൃത്വത്തിൽ 8 പേര് നിൽക്കുന്നു. ഇവന്മാരൊന്നും ഒരു അക്ഷരം പോലും ഇല്ലാത്ത നട്ടലില്ലാത്തവന്മാര്. എന്താണ് സിദ്ദിഖ് എന്താണെന്ന് സംസാരിക്കാത്തത്? മമ്മൂട്ടി എന്താണെന്ന് സംസാരിക്കാത്തത്? ഇവരൊന്നുമില്ല, അവരുടെ മതത്തെ കുറിച്ചില്ലേ പറഞ്ഞത്. ഇപ്പൊ മതം ജാതി ഒന്നും ഇവിടെ എടുക്കേണ്ട കാര്യമില്ല. എന്തിനാണ് അതൊക്കെ പറയുന്നതെന്ന് പലരും എന്നോട് ചോദിക്കും. ഇവിടെ മതത്തിന്റെ വിഷയമായതുകൊണ്ടാണ് മതത്തിന്റെ കാര്യം പറയുന്നത്. ആണൊരുത്തിന് നട്ടലില്ല മക്കളെ, ആണൊരുത്തിന് നട്ടലില്ല. പക്ഷെ പെണ്ണൊരുത്തിക്ക് നട്ടലുണ്ട്. പെണ്ണൊരുത്തി നട്ടല് തിരിച്ച് നെഞ്ചും പിരിച്ച് ഇറങ്ങി വന്നു. അതാണ് അൻസിബ ഹസൻ. തീർച്ചയായിട്ടും അൻസിബ ഹസന്റെ കൂടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇത് സിനിമാ നടന്മാരുടെ പ്രശ്നം നമ്മളോട്ട് ബന്ധമില്ല. ഇത് നമ്മളോട്ട് ഇവർ ആകാശത്തൊന്നും പൊട്ടിമറിച്ച് വന്നവരല്ല, ഇവിടെ തന്നെ ഉള്ളവരാണ്. ഇവിടെ ഉള്ള ലോക്കൽ ആൾക്കാർ തന്നെയാണ് ഇവിടെ ഉള്ള എല്ലാവരും. മനസാക്ഷി മരവിച്ചിട്ടില്ലാത്തവർ ചിന്തിക്കുക. സിനിമാ ലോകം എന്ന് പറയുന്നത് ചൊവ്വയിൽ നിന്ന് പൊട്ടി വരുന്ന കുറച്ച് ആൾക്കാരല്ല. ഇവിടെ കേരളത്തിൽ ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരാണ് ഇവരെല്ലാം. അത് മനസ്സിലാക്കി പെരുമാറുക. കഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരു പാവം പെണ്ണിനെതിരെ ശിഖണ്ഡികളായിട്ടുള്ള നിങ്ങൾ, ലക്ഷ്മിപ്രിയ ആയാലും ടിനുട്ടോമായാലും ശിഖണ്ഡികളാണോ ഇവരൊക്കെ? ടിനുട്ടോം ആണുമല്ല, ലക്ഷ്മിപ്രിയ പെണ്ണുമല്ല. ഇതെല്ലാം ശിഖണ്ഡികളാണെന്ന് ഞാൻ പറയത്തുള്ളൂ.